मारागटे खुदाई के द्वारा परमेश्वर के नाम की महिमा होने पाए। ഈ ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. इस सेवकाई में आप सभी को हम स्वागत करते हैं। ആ, ഇന്ന് നാം ദാവീദിന്റെ ഒരു സങ്കീർത്തനത്തെ കുറിച്ചാണ് ധ്യാനിക്കുന്നത്. आज हम दाऊद से लिखा हुआ एक भजन संहिता का हम मनन करने जा रहे हैं। സങ്കീർത്തനങ്ങൾ 70 അതിന്റെ 5-ാം വാക്യം. भजन संहिता 70 उसका 5वां वचन। ആ, ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, ദൈവമേ എന്റെ അടുക്കൽ വേഗം വരണമേ. നീ തന്നെ എന്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനാകുന്നു, യഹോവേ താമസിക്കരുത്. मैं तो दीन और दरिद्र हूँ, हे परमेश्वर मेरे लिए फुर्ती कर। तू मेरा सहायक और छुड़ाने वाला है, हे यहोवा विलंब न कर। ആ, ദാവീദ് വളരെ ദുരിതപൂർണമായ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന അനേക സന്ദർഭങ്ങളുണ്ട്. അതിൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ അദ്ദേഹം എഴുതിയതായ സങ്കീർത്തനമാണ്. दाऊद अपने जीवन में बहुत सारे विपरीत परिस्थितियों में से होकर गया। उनमें से एक ऐसे अवसर पे लिखा हुआ भजन संहिता है जो 70 भजन संहिता को हम देखते हैं। അവിടെ താൻ ദൈവത്തോട് ആം, ഉം, പ്രാർത്ഥിക്കുന്നത് എന്നെ വിടിവിപ്പാൻ വേഗം വരയണമേ എന്നാണ്. और वहां पर वो इस प्रकार से परमेश्वर से प्रार्थना करता है, हे मेरे परमेश्वर मेरे छुड़ाने के लिए फुर्ती कर। കർത്താവ് എത്രയും വേഗം സഹായിച്ചില്ല എങ്കിൽ തന്റെ ജീവൻ പോലും അപകടത്തിലായിരിക്കുന്നു എന്നാണ് താൻ പറയുന്നത്. और वो इस प्रकार से वचन में कहता है कि यदि परमेश्वर उसकी सहायता जल्दी ना करते हैं तो उसकी जीवन भी आमीन बहुत बड़े संकट में फंस जाएंगे, ऐसे बता रहे हैं। താൻ ഏറ്റവും നിരാശയോടുകൂടി ഇരിക്കുന്നതായ സന്ദർഭം. और सबसे बड़ी निराशा के अवसर में रहने वाला एक ऐसे अवस्था में। അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ആം, താമസിക്കരുത് എന്നാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. और यहाँ पर इसीलिए दाऊद ये बात को बोल रहा है कि हे प्रभु विलंब ना कर। താൻ എളിയവനും ദരിദ്രനുമാകുന്നു. और उसके ऊपर लिखा है कि मैं दीन और दरिद्र हूँ। തനിക്ക് സ്വയം തന്നെ സഹായിക്കുവാനോ രക്ഷിക്കുവാനോ കഴിയുന്നില്ല. और वे अपने आप की ना तो सहायता कर पा रहा है ना तो बचाव कर पा रहा है। അത് മാത്രമല്ല, ഈ ദൈവത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു വിശ്വാസമുണ്ട്. അതാണ് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടിവിക്കുന്നവനുമാകുന്നു. और इतना ही नहीं, दाऊद अपने परमेश्वर के ऊपर भरोसा रखता है, कहता है तू मेरा सहायक और छुड़ाने वाला है। ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിൽ, അപകടകരമായ സാഹചര്യത്തിൽ താൻ ആയിരിക്കുന്നു എങ്കിലും തനിക്കുള്ളതായ ആ ദൈവത്തിലുള്ളതായ ആ വ്യക്തിപരമായിട്ടുള്ളതായ ആ ഒരു ബന്ധത്തെയും കൂടി ഇവിടെ സൂചിപ്പിക്കുന്നു. बड़े मुश्किल और बड़े दुर्घटनापूर्वक एक ऐसे अवसर में दाऊद फंसे हुए हैं, फिर भी ऐसे संदर्भ में दाऊद अपना भरोसा परमेश्वर के ऊपर रखता हुआ यहाँ पर हम पढ़ पाते हैं। ഇവിടെ തന്റെ സാക്ഷ്യവും നമുക്ക് കാണുവാൻ കഴിയും. അനേക സന്ദർഭങ്ങളിൽ ഈ ദൈവം തന്നെ സഹായിച്ചിട്ടുണ്ട്, തന്നെ വിടുവിച്ചിട്ടുണ്ട്. और इतना ही नहीं, यहाँ पर आमीन दाऊद का गवाही को भी हम सुन पाते हैं। इस प्रकार से कहते हैं कि अनेक संदर्भ में परमेश्वर ने उसे सहायता किया है और उसे छुड़ाया भी है। താൻ കഷ്ടത്തിൽ ആയിരിക്കുന്നു, സഹായിപ്പാൻ ആരുമില്ല, തനിക്ക് സ്വയം സഹായിക്കുവാൻ കഴിയുന്നില്ല എങ്കിലും തൻ്റെ ഒരു വിശ്വാസ പ്രഖ്യാപനം അത്രേ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. वे बड़े संकट में और कष्ट में हैं, उसे कोई सहायता या तो न कोई तो उसे छुड़ा सकता है, परंतु ऐसे संदर्भ में दाऊद परमेश्वर की ओर पुकार लगाता है। ദാവീദ് പറയുന്നത് താൻ ദരിദ്രൻ എന്ന് പറയുന്നു. और दाऊद इस प्रकार से अपने आप के लिए शब्द उपयोग करते हुए हम पाते हैं कि दाऊद कह रहा है कि मैं दरिद्र हूँ। തനിക്ക് ശത്രുക്കളോട് നേരിടുന്നതിന് ആവശ്യമായിരിക്കുന്നതായ പണമോ മറ്റ് സഹായിക്കുന്നതിന് ആളുകളോ ഇല്ല. और दाऊद इस प्रकार से बता रहा है कि ना तो उसके शत्रुओं से लड़ने के लिए ना उसके पास आमीन पर्याप्त मात्रा में धन है या ना लोगों की सहायता उसके पास है। പത്രോസിനെ കുറിച്ച് പറയുമ്പോൾ അവന് ഒരു രാത്രി മുഴുവനും
ആം, മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടുവെങ്കിലും ഒരു മീൻ പോലും തനിക്ക് ലഭിക്കാതെ വളരെ വിഷണ്ണനായിട്ട് ദുഃഖത്തോടു കൂടി നിൽക്കുന്നതായ അവസ്ഥ. और पतरस के बारे में यदि कहा जाए तो एक रात भर उसने अपने मछली पकड़ने के कार्यों को किया, परंतु रात भर उसने कुछ भी प्राप्त नहीं करने के कारण बड़े दुख और निराशा में बैठने वाला पतरस की एक स्थिति को हम देख पाते हैं। ആ സന്ദർഭത്തിൽ പത്രോസ് ഒരു ദരിദ്രനായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. और ऐसे एक स्थिति में यदि पतरस की उस अनुभव को हम देख पाए हैं तो वहां पर पतरस एक दरिद्र अनुभव में अपने आप को वे पाए जाते हैं। സ്വന്തം കഴിവിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നതായ അനേകം വിശ്വാസികളെ നമുക്ക് കാണുവാൻ കഴിയും. अपने स्वयं की काबिलियत पर भरोसा करते हुए जीवन जीने वाले बहुत सारे विश्वासियों को हम आसपास में देख पाते हैं। നമ്മുടെ കഴിവുകൾക്ക് അതീതമാണ് ദൈവത്തിന്റെ സഹായം. हमारी सारी काबिलियत से बढ़कर है जो परमेश्वर की सहायता जो वो हमें देते हैं। സങ്കീർത്തനങ്ങൾ 13 ഏതാണ്ട് ഇതുപോലുള്ളതായ ചില വചനങ്ങളിലൊക്കെ വായിക്കുവാൻ കഴിയും. और भजन संहिता 13 में लगभग ऐसे समान वचनों को हम पढ़ पाएंगे। താൻ ദൈവത്തിന്റെ സഹായം ലഭിക്കാതെ വളരെ പരിഭവത്തോടുകൂടി അവിടെ സംസാരിക്കുന്നു. और दाऊद उस संदर्भ में भी परमेश्वर की सहायता ना प्राप्त करते हुए बहुत बड़े शिकायतों की तरह वो बातों को वहां पर कर रहे हैं। നാമും പലപ്പോഴും പല ഉപവാസ പ്രാർത്ഥനകളും ഒക്കെ നടത്തി വളരെ നാളുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്കും മറുപടി കിട്ടാതെ വരുമ്പോൾ നാമും പലപ്പോഴും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരിക്കാമല്ലോ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും എന്ന്. और कई बार हम भी कई प्रार्थनाओं को उपवासों को रखते हुए हमारे विषयों के लिए हम प्रार्थना करते रहते हैं और उसके उत्तर ना मिलने के समय पर हम इस प्रकार से परमेश्वर से सवाल करते हैं, हे प्रभु कब तक तू मुझे भूलता रहे। അപ്പോ സങ്കീർത്തനക്കാരൻ ഇവിടെ പറയും, നീ എന്നെ മറന്നുകൊണ്ടിരിക്കുന്നു, നിന്റെ മുഖത്തെ കാണാനില്ലല്ലോ. और भजन संहिता 13 में इस प्रकार से लिखता है, परमेश्वर कब तक, क्या तू सदैव मुझे भूला रहेगा, क्या तू अपना मुखना मुझसे छिपा रखेगा। ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നുണ്ടല്ലോ. और इस प्रकार से वो आगे कहता है कि हृदय में दिन प्रतिदिन दुख का अनुभव करते जा रहे हैं। എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. दाऊद कहता है कि मेरी आंखों को उजियाला से भर देना। എന്റെ ശത്രുക്കൾ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് പറയുവാൻ ഇടവരുത്തരുതേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. दाऊद इस प्रकार से प्रार्थना करता है कि मेरे शत्रु ये ना कहने पाए कि मैंने उन्हें पराजित कर दिया है। തന്റെ ജീവിതത്തിലെ ഒരു ഉയർച്ചയും ഒരു വിടുതലും ഇല്ലാതിരിക്കുകയും തന്റെ വൈരികൾ ഉല്ലസിക്കുകയും ചെയ്യുന്നതായ സന്ദർഭങ്ങൾ ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടായി. दाऊद के जीवन में ना तो उसके जीवन में कोई प्रकार की बढ़ोतरी हो रहा है, उससे ऊपर दाऊद के शत्रु उस पर प्रबल होने वाली अवस्थाओं को यहाँ पर हम पढ़ पाते हैं। മറ്റൊരുത്തനിലും രക്ഷയില്ല, സ്വയമായിട്ട് തന്നെ സഹായിക്കുവാനും തനിക്ക് കഴിയുന്നില്ല, താൻ നിസ്സഹായനായിരിക്കുന്നു. ആ സന്ദർഭത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, എൻ്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും. किसी और पर उसका उद्धार का भरोसा नहीं है और स्वयं अपने आप को वे वहां उस परिस्थिति से बचा नहीं पा रहे हैं। ऐसे संदर्भ में दाऊद इस प्रकार से परमेश्वर के बारे में कहता है कि मेरा हृदय तेरे उद्धार से मगन होगा। അതിവിടെ ഒരു അർജൻസി, ഒരു വളരെ എന്താണ് വേഗത്തിൽ ദൈവത്തിന്റെ സഹായത്തിന് വേണ്ടി താൻ ദൈവത്തോട് നിലവിളിക്കുന്നു. और यहाँ हम आमीन भजन संहिता में देख पाते हैं कि तत्पर परमेश्वर के उस सहायता के लिए वे परमेश्वर से प्रार्थना करते हैं। തനിക്ക് ആഴമായ ദൈവവിശ്വാസം ഉണ്ടെന്നും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. और यहाँ हम एक और बात को समझ पाएंगे कि दाऊद बहुत गहराई से परमेश्वर के ऊपर विश्वास किया करता था। ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. എത്ര കഠിനമായിട്ടുള്ളതായ സിറ്റുവേഷൻ ആയിരുന്നാലും അവിടെ ഇടപെടുന്നതിന് ദൈവത്തിന് കഴിയും. और परमेश्वर के लिए असंभव कोई बात नहीं है। कितना भी कठिन परिस्थिति क्यों ना हो, परमेश्वर वहां पर आमीन उतर आकर हमारे लिए कार्य कर सकता है। അപ്പോൾ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ളതായ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും.
वहां हम देख पाएंगे कि परमेश्वर हमारे जीवन में चाहे तो हमारी आत्मिक जीवन के संदर्भ में हो या हमारे भौतिक अवस्था में हो, प्रभु हमारे हर परिस्थिति में मदद कर सकते हैं। അപ്പോൾ ദാവീദ് പറയുന്നത്, ദൈവമേ നീ എൻ്റെ സഹായവും എന്നെ വിടിവിക്കുന്നവനുമാകുന്നു എന്ന്. और यहाँ पर भजन संहिता 70 में दाऊद कहता है कि तू मेरा सहायक और मेरा छुड़ाने वाला है। അപ്പോൾ ശത്രുക്കളിൽ നിന്നും തന്നെ രക്ഷിക്കുന്നതിന് ദൈവത്തിന് കഴിയുമെന്നാണ് താൻ പറയുന്നത്. दाऊद इस प्रकार से प्रभु के बारे में कह रहा है कि वे अपने शत्रुओं के हाथों से उसे छुड़ा सकता है। നമുക്കറിയാമല്ലോ, ഇസ്രായേൽ ജനങ്ങളും 400-ലധികം വർഷം മിസ്രയീമെ അടിമത്തത്തിൽ കഴിഞ്ഞപ്പോൾ ആ ഫറവോവിന്റെ അധിപത്യത്തിൽ നിന്നും ആധിപത്യത്തിൽ നിന്നും ആ ജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ, അവരെ വിടിവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയും. और हम ये बात को जानते हैं कि इजरायलियों के इतिहास में हम देखते हैं कि इजरायली जब 400 से भी अधिक वर्ष जब आमीन मिस्रियों के अधीन में रहा, वहां से किस प्रकार से परमेश्वर उनको छुड़ाकर बाहर ले आया और किस प्रकार परमेश्वर ने उनको वायदे के स्थान में ले गया, इस सारी बातों को हम वचन में पढ़ते हैं। നാം ആയിരിക്കുന്നതായ അവസ്ഥയിൽ നിന്നും നമ്മെ വിടിവിപ്പാൻ തക്കവണ്ണം യേശുവിന് കഴിയും. हम जिस परिस्थिति में आज हैं वहां से छुड़ाने के लिए परमेश्वर से या यीशु मसीह से संभव है। നമ്മുടെ വിടുതൽ യേശു ക്രിസ്തുവിലൂടെയാണ്. കാരണം നമ്മെ വിടിവിക്കാമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തത്തിൻ്റെതായ അത് പ്രതിഫലനമത്രേ യേശുവിന്റെ ഈ ഭൂമിയിലുള്ളതായ വരവ്. और हमारा छुटकारा यीशु मसीह की ओर से ही है, क्योंकि हमें छुड़ाने के लिए वायदा देने वाला वो वायदे की बातें यीशु मसीह की आगमन में हमें दिखाई देता है। നമുക്ക് വിടുതൽ വേണം, സഹായം വേണം എന്നൊക്കെ നാം പറയുമ്പോൾ പലപ്പോഴും ഭൗതിക ജീവിതത്തിലുള്ളതായ പല കാര്യങ്ങളെ കുറിച്ചാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. हमें जब कभी भी हम कहते हैं कि हमें छुटकारा चाहिए, हमें हमें सहायता चाहिए, तो हमारे जीवन में कहीं ना कहीं प्रकार से आवश्यकता होने के समय में हम इस प्रकार से बातों को कह देते हैं। എന്നാൽ പിശാചിൻ്റെതായ സ്വാധീനത്തിൽ നിന്നും ആ, ശത്രുവിൻ്റെതായ തന്ത്രങ്ങളിൽ നിന്നും ഒരു വിടുതൽ, ഒരു ആത്മീയമായിട്ടുള്ള ഒരു വിടുതൽ നമുക്ക് ആവശ്യമായിരിക്കുന്നു. परंतु शत्रु के हाथों से और उसकी आमीन जो हमारे ऊपर जो उसका आमीन जो कार्य चलता है, उसमें से एक छुटकारा हमें प्राप्त होना बेहद ആ, जरूरी। കുറെ പേർ ചേർന്ന് ഒരു പാപം ചെയ്തതായ ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ട് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. यीशु मसीह के समय में कुछ लोगों ने आमीन पापिनी एक स्त्री को यीशु मसीह के पास लेकर आए। ആ സ്ത്രീക്ക് അനേക വർഷങ്ങളായിട്ട് താൻ ചെയ്തു വന്നതായ ആ പിശാചിന്റെ പ്രവൃത്തിയിൽ നിന്നും, പിശാചിന്റെ അടിമത്തത്തിൽ നിന്നും ഒരു മോചനം ആവശ്യമായിരുന്നു. और वो स्त्री को वे अनेक समयों से करते आ रहे हुए उस शैतान के वो गंदे कार्यों से अपने जीवन में एक छुटकारा और एक आमीन एक आजादी की जरूरत उसे थी। പിശാചിനെ സേവിച്ചതായ ഒരു 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 വ്യക്തിയായിരുന്നു അവൾ. और हम वचन में पढ़ पाते हैं कि वो अपने कार्यों के द्वारा वो शैतान की सेवा करने वाली एक 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 व्यक्तित्व थी। അവൾ ദൈവത്തിന്റെ ഇഷ്ടമല്ല ചെയ്തത്, പിശാചിൻ്റെതായ ഇഷ്ടമാണ്. പിശാചിന്റെ ഇഷ്ടം ചെയ്യുന്നവരെല്ലാവരും പിശാചിന്റെ അടിമകളത്രേ. आमीन। हम देखते हैं कि वे परमेश्वर की इच्छा को नहीं कर रही थी, परंतु वे आमीन शैतान की इच्छाएं या उसके कार्यों को वो अपने जीवन में करने के कारण हम कहते हैं कि वे शैतान के अधीन में पाए जाने वाली थी। ക്രിസ്തുവിന്റെ വചനമനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, ക്രിസ്തുവിനെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ തയ്യാറാവുകയാണെങ്കിൽ, ഇന്ന് നമ്മുടെ വിടുതലിന്റെ ദിവസമത്രേ. यदि आज आप यीशु मसीह को आपके जीवन में उद्धारकर्ता और आमीन आपका छुड़ाने वाला इस प्रकार से स्वीकार करने के लिए आप तैयार होते हैं, तो आज आपके जीवन में एक बड़ा छुटकारा का समय घोषित किया जाएगा। ദാവീദ് തന്റെ വളരെ യൗവനത്തിലായിരിക്കുമ്പോൾ തന്നെ താൻ രാജാവായി വരുവാൻ തക്കവണ്ണം അവനെ പ്രവാചകൻ അഭിഷേകം ചെയ്തതായ വ്യക്തിയാണ്. दाऊद अपने बड़े छोटे उम्र में ही राजा बनने के लिए भविष्यवक्ता के द्वारा अभिषेक किया हुआ एक व्यक्ति था।
എന്നാൽ രാജാവാകുന്നതിന് മുമ്പ് തന്നെയും അദ്ദേഹം ശൗലിനോടൊപ്പം കൊട്ടാരത്തിൽ കഴിയേണ്ടി വന്ന സന്ദർഭങ്ങളുണ്ടായിരുന്നു. परंतु राजा बनने से पहले ही शाऊल के साथ उस राजमहल में रहने का कई संदर्भ उसे प्राप्त हुई थी। അടുത്ത രാജാവാണല്ലോ ഈ യൗവനക്കാരൻ എന്ന് മനസ്സിലാക്കിയിട്ട് ശൗൽ അവനെ പലപ്പോഴും കൊല്ലുവാൻ തക്കവണ്ണം ശ്രമിച്ചു. जब शाऊल को यह बात का एहसास हुआ कि दाऊद अगले राजा बनने के लिए नियुक्त किया गया है, तो कई बार अवसर मिलते ही शाऊल ने दाऊद को मार देने के लिए योजना बनाए। ശൗലിൻ്റെതായ പീഡനകാലത്ത് ആം, ദാവീദ് ആ, ഒരു രാജ്യത്തെ ഉം, ഒരു അഭയാർത്ഥി എന്ന പോലെ തനിക്ക് ഓടി നടക്കേണ്ടി വന്നു പ്രാണരക്ഷാർത്ഥം. और शाऊल अपने ऐसे पीड़ा या ऐसे सताव करने के समय में दाऊद को एक समय अपने देश छोड़कर दूसरे एक देश में एक आमीन एक एक शरण स्थान लेने के लिए आमीन इस प्रकार से अपने जीवन का बचाव के लिए उसे यहाँ वहां भटकना पड़ा। തനിക്ക് ചുറ്റുമായിട്ട് ഫിലിസ്തീയ സൈന്യമുണ്ട് തന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാൻ. और दाऊद के आसपास में जो है फिलिस्ती की सेना है, उसे किसी प्रकार से उसकी आक्रमण कर कर उसको गिरा दे। തൻ്റെ സ്വന്തം രാജ്യത്തെ രാജാവ് ഉൾപ്പെടെയുള്ള ആളുകള് തന്നെ നശിപ്പിക്കുവാൻ തക്കവണ്ണം അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. और इतना ही नहीं, दाऊद का स्वयं राजा जो उसके देश का है, वो भी उसे किसी भी प्रकार से पकड़ने के लिए और मार डालने के लिए वे अपने योजनाओं। ഇതാണ് ദാവീദിന്റെ ജീവിതത്തില് പിന്നെ ദൈവത്തിന്റെ ഇടപെടലിന് വേണ്ടിയുള്ളതായ പിന്നെ വളരെ വേഗത്തിൽ തന്നെ സഹായിക്കണമെന്നുള്ളതായ പ്രാർത്ഥനയുടേതായ പ്രസക്തി. यहाँ पर दाऊद इस प्रकार से प्रार्थना करता है कि हे यहोवा, मेरे बचाव करने के लिए फुर्ती कर। അപ്പം നമ്മുടെയും ജീവിതത്തിൽ നാം പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് പ്രാർത്ഥനകൾക്ക് വേഗത്തിൽ മറുപടി കിട്ടിയിരുന്നു എങ്കിൽ എന്ന്. और इसी प्रकार से हम भी अपने जीवन में कई बार इच्छा करते हैं कि या यदि प्रभु मेरे और आपके प्रार्थना के लिए जल्दी से जल्दी उत्तर दे देता। പല വിശ്വാസികൾക്കും പരാതി പറയുവാനുള്ളത് ഈ ദൈവം വളരെ സാവധാനത്തിൽ പ്രവർത്തിക്കുന്നു, നമുക്കാണെങ്കിൽ വേഗത്തിൽ മറുപടി വേണം, അതാണ് നമ്മുടെ പ്രശ്നം. और कई बार कई विश्वासी इस प्रकार से शिकायत करते हैं कि ये परमेश्वर जो है अपना समय पर कार्य करता है, लेकिन हमें तो तुरंत हमारे विषयों के लिए उत्तर की जरूरत है, ऐसे बातों को वे कहते हैं। നമ്മൾ ചിന്തിക്കുന്നതിലും അത്യന്തം പരമായിട്ട് ഏറ്റവും മികച്ചത് മാത്രം തരുവാൻ ആഗ്രഹിക്കുന്നതായ ഒരു സ്നേഹവാനായ പിതാവത്രേ നമ്മുടെ ദൈവം. और हमारे जीवन में हमें जो जरूरत है उसमें सबसे उत्तम दिलाने के लिए एक प्रेमी परमेश्वर है हमारा प्रभु यीशु। ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവത്തിന്റെ ഇടപെടൽ തനിക്കുണ്ടായെങ്കിൽ മാത്രമേ, വേഗത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ തൻ്റെ ജീവൻ രക്ഷിക്കുവാൻ കഴിയുള്ളൂ. അതാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ. दाऊद के संदर्भ में हम देखते हैं कि अपने जीवन में परमेश्वर का एक तुरंत एक कार्य वो अपने जीवन में उम्मीद करते हैं, और ऐसे होने से ही दाऊद अपने आप को शत्रु के हाथों से बचा सकता है। 1918 യു എസ് യു എസ് യു എസ് സേനയുടെ ഒരു വിഭാഗം പാരീസിനടുത്ത് 100 കിലോമീറ്റർ അകലെയുള്ളതായ ഒരു വനപ്രദേശത്ത് अगപ്പെട്ടു പോയി. और 1918 में अमीन अमेरिका के जो एक सेना के एक दल जो है अमीन किसी एक क्षेत्र में बड़े एक जंगल के अंदर वे फंस चुके थे। അപ്പം അവരുടേതായ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സുമായിട്ട് അവർക്ക് ബന്ധപ്പെടുവാൻ കഴിഞ്ഞില്ല. और ऐसे संदर्भ में अमीन वे अपने मुख्यालय से किसी भी प्रकार से संबंध रखने के लिए उनसे हो नहीं पा रहा था। ശത്രുനിരയെയും ഭേദിച്ചുകൊണ്ട് അവർ കടന്നുപോയി. എന്നാൽ അവരിപ്പോൾ ട്രാപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. वे शत्रु के सारे आमीन षड्यंत्रों से वे अपने आप को बचाकर वे आगे बढ़ रहे थे, लेकिन अब देखिए ये आमीन उस जंगल के अंदर फंसे हुए हैं। തങ്ങളോട് കൂടെ ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് പട്ടാളക്കാര് അവർ മരിക്കുന്നതിനിടയായി തീർന്നു. और उनके साथ जो हजारों हजारों जो सैनिक उनके साथ थे, उनमें से कईयों का मृत्यु होने का कारण बन गया।
ഇപ്പോൾ തങ്ങളോടൊപ്പം ആയിരിക്കുന്നത് വെറും 198 പട്ടാളക്കാർ മാത്രമാണ്. और आमीन, वर्तमान में उनके पास जो बचे हुए थे वे केवल 198 सैनिक उनके साथ बचे रहे। അവർക്ക് ഹെഡ് ക്വാർട്ടേഴ്സുമായിട്ട് മിലിറ്ററി കമാൻഡറും അവരായിരിക്കുന്ന ലൊക്കേഷനും മറ്റ് അവരുടെ ആവശ്യവും എത്രയും വേഗം അറിയിക്കേണ്ടി, അല്ലെങ്കിൽ അവർ അവരെയും കൊല്ലുന്നതിനുള്ള സാധ്യതയുണ്ട്. और उनके सामने यही एक उपाय था कि किसी भी रीति से वे अमीन अपने मुख्यालय में अपने इस फंसे हुए बात का विवरण को दे दे और जल्द से जल्द उनके वहां से बचाव कार्यों को करे, नहीं तो उनकी भी जान खतरे में थी। ആ, ഈ അമേരിക്കൻ പട്ടാളക്കാരെയും ഈ ജർമ്മൻ സൈന്യം വളഞ്ഞിരിക്കുകയാണ്. और ये अमेरिकी जो सैनिक हैं उन्हें जर्मन की जो सेना है उनको घेर रखे थे। ഈ സന്ദർഭത്തിൽ അവരുടെ മുമ്പിൽ മൂന്ന് മാർഗങ്ങളുണ്ടായിരുന്നു തങ്ങളുടേതായ അവസ്ഥയെക്കുറിച്ച്. ആം, പിന്നെ തങ്ങളുടെ മിലിറ്ററി ഹെഡ് ക്വാർട്ടേഴ്സിനെ അറിയിക്കുന്നതിന് മൂന്ന് മൂന്ന് മാർഗങ്ങളുണ്ടായിരുന്നു. और उस संदर्भ में उनके पास तीन उपाय था या तीन रास्ता था कि किस प्रकार से वे अपने सैनिक मुख्यालय में अपने इस विवरण को वे बता पाए। ആം, അന്നത്തെ കാലത്ത് വാർത്താവിനിമയ സംവിധാനങ്ങൾ ഇന്നത്തെ പോലെ ഡെവലപ്പ് ആയിട്ടില്ലായിരുന്നു. और उस समय में हम जानते हैं कि जो संचार संबंधी हमें जो 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 तकनीकी बातें थी आज जैसे हम देखते हैं इतनी विकास तो उस समय में नहीं हुआ था। ആ, അവർക്ക് ഒരു ടെലിഫോൺ ലൈൻ വേണമെങ്കിൽ വലിക്കാമായിരുന്നു തങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും മിലിറ്ററി ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക്. चाहिए तो वे हमें अपने लिए एक टेलीफोन की एक तार को वे खींच सकते थे, वो जहां पर उपस्थित है वहां से लेकर उस मुख्यालय तक के लिए। അത് വനത്തിലൂടെ ആരും അറിയാതെ വേണം വലിച്ചു കൊണ്ടുപോകേണ്ടത്. और उस घोर जंगल में कोई जाने बगैर उन्हें ये कार्यों को करना है। രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് ഒരു പട്ടാളക്കാരനെ രഹസ്യമായിട്ട് മിലിറ്ററി ഹെഡ് ക്വാർട്ടേഴ്സിൽ എത്തിക്കുക എന്നുള്ളതാണ്. और दूसरा एक उपाय उनके पास ये रहा कि उनमें से एक सैनिक को गोपनीय रीति से या गुप्त रीति से वे उस मुख्यालय तक उन्हें कैसे भी भेज दें। ആ, അല്ലെങ്കിൽ മൂന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് മിലിറ്ററി ട്രെയിനിങ് ലഭിച്ചിട്ടുള്ളതായ ഒരു പ്രാവിനെ ഉം, പറത്തി വിടുക എന്നുള്ളതാണ്. उनके पास तीसरा उपाय ये था कि सैनिकी प्रशिक्षण मिला हुआ एक कबूतर को वहां से उड़ाकर उनके मुख्यालय तक उन्हें पहुंचा दें। ആ കാലഘട്ടത്തിൽ പല രാജ്യങ്ങളും റോമൻ ഗവൺമെന്റ് ഉൾപ്പെടെയുള്ളവരൊക്കെയും ആ, ഈ പ്രാവുകളെ പരിശീലിപ്പിച്ച് തങ്ങൾക്ക് വാർത്താ വിതരണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. उस समय में या उस दौरान हम जानते हैं कि बहुत सारे राष्ट्रों ने या राज्यों ने आमीन उसमें रोमी साम्राज्य भी शामिल थे। वे आमीन इस प्रकार से आमीन कबूतरों को प्रशिक्षण कराते थे कि ऐसे युद्ध के समय में उनका वो उपयोग कर सकें। നമ്മുടെ വീടിന്റെ ചുറ്റുമൊക്കെ കാണുന്നതായ മാടപ്രാവുകളെ കുറിച്ചല്ല പറയുന്നത്, അതിനേക്കാളും ആ, വലിപ്പമുള്ളതായ വളരെ ബുദ്ധിശക്തിയുള്ളതായ ആ, ആ, അതെ, പ്രാവുകളെ പരിശീലിപ്പിച്ച് മിലിറ്ററി ഉപയോഗത്തിന് ഉപയോഗിച്ചിരുന്നു. हमारे घरों के आसपास देखने वाले जो कबूतर हैं उस प्रकार के नहीं, परंतु आकार में बड़े और इस प्रकार से विशेष प्रशिक्षण दिए हुए कबूतरों को वे उपयोग करते थे उस समय की सैनिकी गतिविधियों को बताने के लिए। ആ, മൂന്ന് പ്രാവുകളെ അവർ തിരഞ്ഞെടുത്തു. उनमें से तीन जो कबूतर है उनको उन्होंने चुन लिया। അറിയിക്കുവാനുള്ളതായ മെസ്സേജ് അതിൻ്റെ കാലുകളിൽ അവർ ചേർത്ത് ഒട്ടിച്ചു വെച്ചു. और जो संदेश उन्हें भेजना था वो संदेश उन्होंने उन कबूतरों के पैरों में बांध कर रख दिए। ആ, അവർ മൂന്ന് പ്രാവുകളെ പറത്തി വിട്ടു, എങ്കിലും രണ്ടെണ്ണത്തെ ശത്രുക്കൾ വെടിവെച്ചു കൊന്നു. उन्होंने तीन कबूतरों को उड़ाए, लेकिन उनमें से दो कबूतरों को शत्रु सेना ने मार गिराया। എന്നാൽ മൂന്നാമത്തെ പ്രാവ് അതിനും വെടിയേറ്റു, മാരകമായ വെടിയേറ്റു, എങ്കിലും ആ, അത് അതിന്റെ ദൗത്യം അത് തുടർന്നുകൊണ്ട് അത് പറന്നുകൊണ്ടേയിരുന്നു. तीसरा जो कबूतर था उनको भी
गोली की मार लगी थी, वे घायल हुए थे, परंतु वे अपने उस कर्तव्य को पूरा करने के लिए आगे बढ़ते गए। അതിന്റെ ഒരു കണ്ണ് അത് ആം, ആ, അടഞ്ഞുപോയി. ഈ യുദ്ധത്തില് വെടിയേറ്റതിന്റെ ഫലമായിട്ട് ഇതിന്റെ ചെസ്റ്റിലൂടെ മുറിവ് ഉണ്ടാവുകയും ചെയ്തു. और उस जो तीसरा कबूतर था उसका एक आंख जो है इस गोली लगने के कारण बंद हो गए, और उसके हृदय से छेद करते हुए वो गोली आर पार हुई थी। ഈ പ്രാവുകൾക്ക് ഏകദേശം 1800 കിലോമീറ്റർ വരെയും യാത്ര ചെയ്യുവാൻ, പറന്നു പോകുവാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. और कहा जाता है कि ऐसे प्रशिक्षण दिए हुए जो कबूतर हैं वो लगभग 1800 किलोमीटर तक की लंबा दूरी को वे पलायन कर सकते हैं। അത് വളരെ വേദന സഹിച്ചുകൊണ്ടാണെങ്കിലും ഈ പ്രാവ് തന്റെ ആ, ദൗത്യം നിറവേറ്റുന്നതിന് അതിന് കഴിഞ്ഞു. और बड़े दर्द को सहकर भी क्यों ना हो, ये जो कबूतर हैं वे अपने जो 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 जिम्मेदारी है उसे पूरा करने के लिए उसे संभव हुआ। മിലിറ്ററി ഹെഡ് ക്വാർട്ടേഴ്സിൽ ഈ പ്രാവ് സന്ദേശം എത്തിച്ചു. ഉടനെ തന്നെ അവിടെയുള്ള കമാൻഡറും അധികം സൈന്യത്തെ ആ സ്ഥലത്ത് ആ ലൊക്കേഷനിൽ അയക്കുന്നതിനുള്ളതായ അനന്തര നടപടികൾ വേഗത്തിൽ എടുക്കുകയുണ്ടായി. और जो सैनिक मुख्यालय हैं वहां पर उस जो संदेश को भेजा गया, और तुरंत उनके लिए जो जरूरत के लिए लोग हैं या सैनिकों को वे तुरंत वहां उस स्थान के लिए उनको रवाना किए। അതെ, ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ വേഗത്തിൽ സഹായം എത്തിക്കണം, ഇല്ലെങ്കിൽ ജീവൻ അപകടത്തിലാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഇതിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. दाऊद जिस प्रकार से अपने लिए प्रार्थना करता है कि मेरे सहायता करने के लिए फुर्ती कर, नहीं तो मेरे जीवन खतरे में है। ദാവീദ് അതുല്ലാം ഗുഹയിൽ ഒളിവിലായിരുന്നപ്പോൾ ശത്രുക്കളാൽ ഏത് സമയവും പിടിക്കപ്പെടും എന്നുള്ളതായ, ആക്രമിക്കപ്പെടും, തന്റെ ജീവൻ അപായത്തിലാകും എന്നുള്ളതായ ആ പ്രത്യേക ഗൗരവമായിട്ടുള്ള ആ സന്ദർഭത്തിൽ താൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, വേഗത്തിൽ എന്നെ രക്ഷിക്കണമേ എന്ന്. दाऊद जब अदुल्लाम गुफा में अपने शत्रु के मार से बचने के लिए जब वे वहां पर छुपे हुए थे, उस समय में लिखा हुआ एक प्रार्थना है कि मेरे सहायता के लिए फुर्ती कर, मेरे बचाने के लिए तुरंत आ। ശത്രുക്കൾ തന്നെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്നു, തന്നെ തന്നെ നിന്ദിക്കുന്നു, തന്നെ കൊല്ലുവാൻ അവർ അടുത്ത് വന്നിരിക്കുന്നു. और वो इस प्रकार से कहते भी हैं कि शत्रु उसे हमें निंदा कर रहे हैं, उसके अपमान कर रहे हैं, और उसे मार डालने के लिए उसके करीब आ रहे हैं। യഹോവേ, എന്നെ സഹായിപ്പാൻ വേഗം വരയണമേ, എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോകട്ടെ. और आगे भी दाऊद इस प्रकार से कहता है, यहोवा मेरे मुझे मारने के लिए या मुझे हानि पहुंचाने के लिए आने वालों के ऊपर आपका कार्य कर, और वे लज्जित होने दे। താൻ ദൈവത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ തക്കവണ്ണം ഈ ദൈവത്തിന് കഴിയുമെന്ന് അവൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. और वो इस प्रकार से विश्वास करता है कि परमेश्वर उसकी परिस्थिति के ऊपर पूर्ण बदलावट ला सकता है। താൻ കർത്താവിനോട് പറയുകയാണ്, ഞാൻ ദരിദ്രനാകുന്നു, ഞാൻ കഴിവില്ലാത്തവനാണ് എന്ന്. और वे इस प्रकार से परमेश्वर से कहता है कि मैं दीन और दरिद्र हूं, मेरे अंदर कोई भी प्रकार की काबिलियत या शक्ति नहीं है। ദാവീദ് എന്താ ചെയ്യുന്നത്? തന്റെ അല്ലെ, ദാവീദിന്റെ ശത്രുക്കൾ തന്റെ ജീവന് വേണ്ടിയും തന്റെ ജീവൻ എടുക്കുവാൻ തക്കവണ്ണം അവർ നോക്കുന്നു. और यहाँ दाऊद की जो शत्रु है किसी भी प्रकार से दाऊद के प्राण को ले लेने की वे कोशिश करते हैं। എന്നാൽ ദാവീദും അതുപോലെ ദൈവവിശ്വാസികളും നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ദൈവത്തോട് സഹായം ആവശ്യപ്പെടുന്നു. और दाऊद और बाकी विश्वासी लोग जो हम हैं, हम इस प्रकार से प्रार्थना करते हैं कि परमेश्वर हमारे जीवन को बचा दे। ശത്രുക്കൾ നമുക്ക് ദോഷം വരുത്തുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നു. और शत्रु अपने जीवन में अपने बचाव करने के लिए शत्रु हमें हमारे जीवन में जब बुरी बात होती है तो वे उसी में आनंदित होते हैं। നാം ദൈവത്തിൽ സന്തോഷിക്കുന്നു. और हम जो हैं परमेश्वर में आनंदित रहते हैं। യേശുക്രിസ്തു എന്താ ചെയ്തത്? ഗെത്സമനെ തോട്ടത്തിലായിരുന്നപ്പോൾ യേശു പ്രാർത്ഥിച്ചു. यीशु मसीह जब गत्समनी के उस बगीचे में थे तो किस प्रकार से यीशु ने प्रार्थना किया?
യേശു യേശുവിന്റെ പ്രാണൻ അപകടത്തിലായിരുന്നതായ സന്ദർഭമായിരുന്നല്ലോ. और वहां हम जानते हैं कि यीशु मसीह जानता था कि उसकी प्राण को लेने के लिए लोग आमीन योजनाओं को बनाकर आ रहे हैं। പക്ഷേ യേശു പ്രാർത്ഥിച്ചത് എന്റെ ഇഷ്ടമല്ല പിതാവേ, അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുമാറാകണം എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ സമർപ്പിച്ചു കൊടുത്തു. परंतु यीशु मसीह ने क्या प्रार्थना किया हम जानते हैं, हे प्रभु लेकिन मेरी इच्छा नहीं आपकी इच्छा मेरे जीवन में पूरा हो, और इस प्रकार से उसने प्रार्थना किया। യേശുവിനെയും തന്റെ ശത്രുക്കളോട് ക്ഷമിക്കുമാറാകണമെന്നും പിതാവിനോട് പ്രാർത്ഥിച്ചു. और यीशु मसीह को भी इस प्रकार से प्रार्थना कर रहे थे, यीशु मसीह भी इस प्रकार से प्रार्थना कर रहे थे कि हे प्रभु आमीन मेरे इन विरोधियों को तो क्षमा कर दे। തന്നെ പിതാവിന്റെ ഇഷ്ടം തന്റെ ജീവിതത്തിൽ തന്റെ ക്രൂശമരണത്തിൽ നിറവേറിടുവാൻ യേശു ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. और पिता की इच्छा अपने जीवन में पूरा होने के लिए यीशु मसीह ने आमीन इस प्रकार से प्रार्थना भी किया। അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് പ്രതിസന്ധികളെ മറികടക്കുവാൻ കഴിയും. और हमारे संदर्भ में भी हम देखें तो इस प्रकार से पूर्ण रीति से परमेश्वर पर भरोसा करते हुए अपने जीवन को समर्पण करते हुए हम अपने इस आमीन विपरीत परिस्थिति से हम अपने आप को बचा सकते हैं। ജഡത്തിൽ ശത്രുക്കളോട് നേരിടുന്നതിന് പകരം നാം ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് പ്രതികാരം യഹോവയ്ക്കുള്ളത് എന്ന് നാം വായിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ദൈവത്തിന്റെ സഹായത്തിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. और हमारे शरीर में हम शत्रु के सामना करने से बढ़कर हम अपने आप को प्रभु के हाथों में समर्पण करते हुए प्रभु से प्रार्थना करेंगे कि प्रभु आप हमें ऐसी परिस्थितियों से बचा दें और आप हमारी छुटकारा दें। അതെല്ലാം ഗുഹയിൽ താൻ ഒളിച്ചിരുന്നപ്പോൾ അത് തനിക്ക് ഒരു ആശ്രയമായിട്ടുള്ളതായ ഒരു സങ്കേത നഗരമായിരുന്നു എന്ന് പറയുവാൻ കഴിയും. और इस प्रकार से हम कह सकते हैं कि जब दाऊद इस प्रकार से अब अब्दुल्लाम गुफा में जब अपने आप को बचाए हुए आमीन शरण ले रहे थे तो वो उसके लिए एक शरण स्थान के रूप में साबित हुआ। താൻ തകർക്കപ്പെട്ടവനായിട്ട് ഒറ്റപ്പെട്ടവനായിട്ട് അവിടെ അതിന്റെ ഉള്ളിലായിരിക്കുന്നു. और टूटा हुआ अकेलापन के अवस्था में दाऊद उस गुफा के अंदर पाए जाते हैं। തന്റെ മുമ്പിൽ ഒരു വഴിയും കാണുന്നില്ല. उसके आगे कोई भी प्रकार की रास्ता खुली हुई दिखाई नहीं दे रहा। നിരാശയുടെ മധ്യയും അതുല്ലാം ഗുഹയില് അവൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ഒരു ആശ്രയമായിട്ട് കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുന്നു. और उस प्रकार उस निराशा के बीच में भी वो परमेश्वर पर विश्वास करते हुए परमेश्वर पर भरोसा रखते हुए प्रभु अपना सहारा को मानते हुए वे उस गुफा में बैठी हुई हैं। പ്രതിസന്ധി ഘട്ടത്തില് ആ ആശയറ്റതായ അവസ്ഥയില് അവനെ സംബന്ധിച്ചിടത്തോളം കർത്താവിലുള്ള വിശ്വാസമായിരുന്നു അവന് ശക്തി പകർന്നത്. और उस गुफा में जब प्रतिकूल भरी अवसर में भी परमेश्वर के ऊपर अटूट भरोसा को करते हुए ऐसे प्रतिकूल स्थिति में वे अपने आप को संभाले रखें। എത്രയും വേഗത്തിൽ ദൈവത്തിന്റെ സഹായം ഉണ്ടായെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ മിലിറ്ററി കമാൻഡിനെയും അവിടുത്തെ ആവശ്യകതയെ അറിയിച്ചു എങ്കിൽ മാത്രമേ അവർക്ക് സഹായം ലഭിക്കുകയുള്ളൂ. और जितना जल्दी अपने इस विवरण को हमें उस मुख्यालय में पहुंचाना या परमेश्वर को अपनी स्थिति के बारे में बताना और बताने के बाद ही उसको जीवन में हमें किसी भी प्रकार की राहत या छुटकारा होगी, ये दाऊद जानता था। ഒരു അഭയാർത്ഥിയായി മറ്റുള്ളവരാൽ വേട്ടയാടപ്പെട്ടതായ ദാവീദ് ആഗുഹയ്ക്ക് ഇരുന്നുകൊണ്ട് തന്റെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് അവൻ ശക്തിയുള്ളതായ ഒരു മനുഷ്യനായിട്ട് രൂപാന്തരപ്പെട്ടു. और इस प्रकार से दाऊद एक शरणार्थी के रूप में उस गुफा में जब अपने आप को बचाए रखने के लिए वे छुपे हुए थे और उस समय में परमेश्वर से प्रार्थना करता है और भरोसा करता है, उसके कारणवश हम देखते हैं कि दाऊद आमीन बड़े सामर्थी होकर वहां से बाहर निकलता है। തന്റെ രാജ്യത്തുള്ളതായ ദുരന്തപൂർണമായ ജീവിതം നയിക്കുന്നതായ അനേകം വ്യക്തികൾ, കടഭാരമുള്ളവര്, അതുപോലെ അസംതൃപ്തരായ ആളുകൾ, തകർക്കപ്പെട്ടതായ വ്യക്തികൾ അനേകർ ദാവീദിന്റെ അടുക്കൽ വന്നുകൂടി.
और ऐसा हुआ कि दाऊद के साथ बहुत सारे ऐसे टूटे हुए लोग, आमीन, गोर गरीबी में पाए गए लोग, और ऐसे, आमीन, आमीन, ऐसे संदर्भ में पाए जाने वाले लोग सब आकर दाऊद का संग हो गया। തന്റെ അടുക്കൽ വന്നതായ ആ 400 പേരുടെയും ലീഡറായിട്ട് ദാവീദ് മാറുകയാണ് ചെയ്തത്. और दाऊद के पास वैसे आए हुए 400 लोगों का अगुवा बनकर दाऊद बदल जाता है। ബലഹീനനായ നിസ്സഹായനായ ദാവീദ് ഇതാ ഇപ്പോൾ അത് കടുത്ത നിരാശയുടെ മധ്യേ ആണെങ്കിൽ തന്നെയും ഇപ്പോൾ അവന്റെ സ്വഭാവത്തിലൊരു മാറ്റം വന്നു. അവൻ ഒരു ഭയപ്പെട്ട് നടക്കുന്നതായ ഒരു വ്യക്തിയല്ല, മറിച്ച് തന്നോട് കൂടെ ദൈവമുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടി അവൻ ഒരു ലീഡറായിട്ട്, നേതാവായിട്ട് മാറിയിരിക്കുന്നു. देखो दाऊद की स्थिति में कि किस प्रकार से बदलावट होता है। भयभीत होकर, डरे हुए रहकर, हमें उस गुफा में बंद रहने वाला दाऊद जब अकेलापन को अनुभव कर रहा था, लेकिन अब वो देखे कि किस प्रकार से अनेकों को सहारा देने के लिए हिम्मत प्राप्त करते हुए, परमेश्वर पर भरोसा रखते हुए, अनेकों के നമ്മുടെയും लिए अगुवे के रूप में वे खड़े रहते हैं। നമ്മുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മെ വേട്ടയാടുന്നതായ നിരവധി ശൗലുമാരുണ്ടായിരിക്കാം. हमारे भी व्यक्तिगत जीवन में हमें शिकार करने के लिए ढूंढने वाले बहुत सारे शाऊल हमारे जीवन में हमें दिखाई देते होंगे। നാം ഭയപ്പെടേണ്ട കാര്യമില്ല. കർത്താവാകുന്നു നമ്മുടെ സഹായത്തിന് നമ്മോട് കൂടെയും ആ, ഒരു ഒരു അഭയസ്ഥാനമായിട്ട് നമുക്കുള്ളത്. और हमें वहां पर भयभीत होने की आवश्यकता नहीं, क्योंकि परमेश्वर ही है हमारे लिए, जो हमारी सहायता करता है और हमें आगे बढ़ने में मदद करता है। ചില വ്യക്തി ജീവിതങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ജോസഫിന്റെ ചരിത്രം, ആ, അതുപോലെ ദാവീദിന്റെ ജീവിതമൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ചില കഷ്ടങ്ങളിലൂടെ ദൈവം അവരെ കടത്തി വിടുന്നുണ്ട്. വേഗത്തിൽ തന്നെ അവർക്ക് ആ പ്രശ്നങ്ങളിൽ നിന്നും അവരെ പുറത്തെടുക്കാമായിരുന്നെങ്കിലും ഒരു നിശ്ചിത പീരീഡ് യോസേഫിനെ കാരാഗൃഹത്തിൽ തുടരുവാൻ दൈവം അനുവദിച്ചു. कई बार हम कई संदर्भ में ऐसे बातों को देखते हैं। हमें यूसुफ की आप यदि उदाहरण को उठाए, तो यूसुफ के भी जीवन में वो कारागृह में बंद होने का एक परिस्थिति आए। चाहिए था तो उसे जल्दी से जल्दी वहां से बाहर आने के लिए संभव हो सकता था, लेकिन परमेश्वर ने इस प्रकार से कुछ और समय उसे उस अनुभव में जाने का अनुमति दिया, क्योंकि प्रभु के लिए उसके जीवन में एक योजना थी। വാഗ്ദത്തമുള്ളതായ ദാവീദ് അടിമയായിട്ട് വിൽക്കപ്പെട്ടു. വിദേശ രാജ്യത്ത് അവനെ അടിമയായി കൊണ്ടുപോയി. അവന്റെ ജീവിതത്തിൽ അവനെ ചെയ്യാത്തതായ കുറ്റം അവന്റെ മേൽ ആരോപിക്കപ്പെട്ടു. और वायदा प्राप्त किया हुआ यूसुफ अपने जीवन में हम देखते हैं कि वे अपने आमीन देश में से बेच दिया गया। आमीन दूसरे एक देश में गुलाम के रूप में वे आमीन जा रहे हैं, और वहां पर भी हम देखें तो वहां उसे जो उसने ना किया हुआ आरोप के प्रति उसके ऊपर गुना दाखिल किए जाते हैं, और वे आमीन वर्तमान में कारागृह में बंद हो जाते हैं। ഈ കഷ്ടതയുടെ ശോധനയിലൂടെ ദൈവമക്കളെ ദൈവം കടത്തിവിടുമ്പോൾ ദൈവികമായ സ്വഭാവം അവരിൽ ബിൽഡപ്പ് ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. परंतु याद रखना है कि ऐसे कष्ट की अवसर में से जब हमें होकर गुजरने में परमेश्वर अनुमति देता है, तो प्रभु चाहता है कि हमारे जीवन में परमेश्वर का स्वभाव हमारे जीवन में पूर्ण रीति से दिखाई देने पाए। മിസ്രയീം ദേശത്ത് വളരെ സ്വാധീനമുള്ളതായ ഒരു വ്യക്തിയായിട്ട്, എല്ലാവരെയും ശ്രദ്ധിക്കപ്പെട്ടതായ ഒരു വ്യക്തിയായിട്ട് അവനെ ദൈവം രൂപാന്തരപ്പെടുത്തി. दाऊद के यूसुफ के जीवन में हम देखते हैं कि मिस्र देश में सब लोग ध्यान देने लायक ऐसी एक पदवी में और ऐसे एक स्थान में परमेश्वर ने यूसुफ को ले आया, और उसके जीवन को परमेश्वर ने मान्यता को दी। വിശ്വാസികളുടെ ജീവിതത്തിൽ ചില കഠിനമായ അനുഭവങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ, ശോധനകളിലൂടെ ദൈവം കടത്തിവിടുമ്പോൾ ദൈവം നമ്മെ മറന്നു കളഞ്ഞതല്ല, മറിച്ച് ദൈവികമായിട്ടുള്ളതായ ഒരു നിലവാരത്തിൽ ദൈവികമായ സ്വഭാവം നമ്മളിൽ വളർത്തിയെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. विश्वासियों के जीवन में भी हम देखें तो कई प्रकार के कष्ट के और ऐसी पीड़ा के अनुभवों में से जब हमें होकर जाने के लिए प्रभु अनुमति देता है, तो हमें नष्ट करने के लिए नहीं है, परंतु हमारे जीवन में कुछ बातों का निर्माण करने के लिए और प्रभु के महान कार्यों को प्रकट करने के लिए है।
ദൈവത്തിന് പ്രയോജനമുള്ളതായ സാക്ഷികളാക്കി തീർക്കുവാൻ തക്കവണ്ണം അത് ആം, ആ, ഈ അത് അത് സ്വഭാവത്തിലും രൂപാന്തരം പ്രാപിച്ചവരായി അത് എന്താ പറയുന്നത് ആം, ആ, ഇത്, ഒരു പാത്രം ഉണ്ടാക്കുന്നത് പോലെ അത് തീയുടെ അനുഭവത്തിലൂടെ കടന്നുപോയി മനോഹരമായ ഒരു പാത്രം ഉണ്ടാക്കുന്നത് പോലെ എവർ ഷൈനിങ് വെസലാക്കി മാറ്റുവാൻ തക്കവണ്ണം ഈ പ്രക്രിയയിലൂടെ ദൈവം ആഗ്രഹിക്കുന്നു. ऐसे कष्ट के अनुभव में से जब होकर जाने के लिए प्रभु चाहता है, तो हमारे जीवन में परमेश्वर की योजनाओं को पूरा करने के लिए, और जिस प्रकार आग में ताया हुआ आमीन उस आमीन बर्तन के समान या उस सोने के समान आमीन अधिक चमकने के लिए परमेश्वर हमें ऐसे अनुमति देता है। ഈ കാലഘട്ടത്തിലെ അനേകം യൗവനക്കാരായിട്ടുള്ളതായ ആളുകൾ, വിശ്വാസികളായിട്ടുള്ള ആളുകളും ആ, അവർ പ്രാർത്ഥിച്ച് മറുപടി ഒന്നും കാണുന്നില്ല. അവർ നിരാശപ്പെട്ട് അവർ ലോകത്തിലേക്ക് മടങ്ങുന്നതായ ദുഃഖകരമായ അവസ്ഥ നമുക്ക് കാണുവാൻ കഴിയും. और आजकल के जवानों को हम देखते हैं कि वे लोग प्रार्थना करते हैं और किसी भी प्रकार से जब उनको उत्तर नहीं मिलता है, तो बड़े निराश होकर वे अपने प्रभु को छोड़कर चले जाने की एक स्थिति अवस्था को हम देखते हैं। ലോകത്തിലെ ബുദ്ധിജീവികൾ എഴുതി വിടുന്നതായ സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ അവർ വായിക്കുന്നുണ്ട്. എന്നിട്ട് ലോകത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു. और दुनिया के आई मीन ज्ञानियों के समान उनके उनके द्वारा लिखे हुए ऐसे आई मीन स्वयं को बचाने की पुस्तकों को वो पढ़कर वो उसी अवसर में या उसी अवस्था में वे अपने जीवन को ले चलते हैं। ദാവീദും ദൈവവിശ്വാസികളും എന്താണ് ചെയ്യുന്നത്? അവരുടെ പ്രശ്നത്തിന്റെ മധ്യം പ്രശ്നത്തിൽ നോക്കാതെയും സാഹചര്യങ്ങളെ നോക്കാതെയും കർത്താവിങ്കിലേക്ക് നോക്കുമ്പോഴത്രേ അവർക്ക് ജയാളികളായി തീരുവാൻ കഴിഞ്ഞത്. दाऊद और अन्य विश्वासी प्रभु के लोगों ने क्या किया कि वे अपने प्रश्नों के बीच में अपने समस्याओं को देखे बिना परमेश्वर को देखते हुए आगे बढ़ने में प्रभु ने उनको सहायता और मदद किए। തങ്ങളുടെ ജീവിതത്തിലെ പിഴഞ്ഞ അവസ്ഥകളിൽ നിന്നും അതുപോലെ നിരാശയിൽ നിന്നും അവർക്ക് സന്തോഷവും ദൈവത്തെ സ്തുതിക്കുന്നതിനും ഇടയായി തീർന്നത് ആ ഒരു ട്രാൻസിഷൻ, ആ ഒരു ആറ്റിറ്റ്യൂഡിലതായ വ്യത്യാസം, അതായത് തങ്ങളിലേക്ക് തന്നെ തങ്ങളുടെ പ്രശ്നത്തിൽ നിന്നും അവർ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോഴത്രയും അവർക്ക് ശക്തി ലഭിച്ചതും അവർക്ക് ജയാളിയായി തീരുവാനും കഴിഞ്ഞത്. अपने प्रश्नों के बीच में, समस्याओं के बीच में वो प्रश्नों के ऊपर अपना ध्यान को हटाकर जब उन्होंने परमेश्वर की ओर ध्यान देने लगा, प्रभु में भरोसा करने लगा, तो उनकी परिस्थितियों में बड़ी बदलावट आने लगी। तो इसी अनुभव में हम भी जानना है कि ऐसे समयों में हमारा ध्यान प्रभु की ओर लगाए, ताकि परमेश्वर का महान कार्य हम अपने जीवन में कर सके और प्रभु की महिमा हो सके। ദൈവത്തിന്റെ ഒരു കൽപ്പനയാണ്, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന്. प्रभु यीशु मसीह ने दिया हुआ एक आज्ञा यह है कि तुम किसी भी बात के प्रति चिंता ना करे। എന്നാൽ അനേകം വിശ്വാസികൾ ഉൾപ്പെടെയുള്ളതായ ആളുകൾ തങ്ങളുടെ പ്രശ്നത്തെക്കുറിച്ച് ഓരോ നിമിഷവും അത് ധ്യാനിച്ചുകൊണ്ടേയിരിക്കുന്നു. परंतु अनेक विश्वासियों का एक बड़ी समस्या आज इस प्रकार से है कि वे अपने प्रश्नों के प्रति बहुत ध्यान करते हुए, मनन करते हुए, बड़े चिंता करते हुए वे चलते हैं। അവർ പരാജയപ്പെട്ടു പോകുന്നു, അവർ നിരാശയിൽ തന്നെ ഇരിക്കുന്നു. वे इस कारण से वे पराजित हो जाते हैं और निराशा में हमेशा पाए जाते हैं। അവർക്ക് നിരാശയിൽ നിന്നും പുറത്തു വരുവാൻ കഴിയുന്നില്ല. वे अपनी इस निराशा के अनुभव में से किसी भी रीति से वे बाहर नहीं निकल पाते हैं। എന്നാൽ ദാവീദ് എന്താണ് ചെയ്തത്? തന്റെ നിരാശയെല്ലാം തന്റെ സാഹചര്യങ്ങളെല്ലാം നോക്കാതെ മറിച്ച് ആ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കുവാൻ തുടങ്ങി. परंतु दाऊद क्या करता है? अपनी निराशा की ओर ध्यान ना देते हुए परमेश्वर के प्रेम की ओर, उस विषय में वो ध्यान करता है और उस परिस्थिति में से वो बाहर आता है। നമ്മുടെ ജീവിതത്തിൽ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകുന്നതിന് വേണ്ടി നാം ചെയ്യേണ്ടത് പ്രശ്നങ്ങളിൽ നിന്നും നമ്മുടെ കണ്ണുകൾ എടുത്തിട്ട് കർത്താവിൻ്റെതായ ആ സ്നേഹത്തെ കുറിച്ച് ചിന്തിക്കുക. ദൈവത്തിൻ്റെ വചനം എപ്പോഴും നാം മെഡിറ്റേറ്റ് ചെയ്യുക. അവിടെ നമുക്ക് വിടുതലെടുക്കുവാൻ കഴിയും, അവിടെ നമുക്ക് ജയമെടുക്കുവാൻ കഴിയും. हमारे जीवन में भी याद रखना है, हमारी परिस्थितियों से, प्रश्नों के बीच में से हमें बाहर निकल के आना है। तो प्रश्नों के ऊपर हमारा ध्यान देना छोड़कर परमेश्वर की ओर ध्यान दे, प्रभु का वचन का मनन करे, और ऐसा हम करते हैं तो हमें ऐसी स्थिति में से बाहर निकल कर आने में प्रभु मदद करेगा।
ജീവിതത്തിൽ അത് പലവിധമുള്ളതായ ആ, നാശം വിതയ്ക്കുന്നതായ അത് സാഹചര്യങ്ങളുടേതായ കാറ്റുകൾ വീശിയാലും നമുക്ക് നമ്മെ അത് വിശ്വസ്തയോടുകൂടി നമ്മെ പരിപാലിക്കുന്നതായ ദൈവത്തിൻ്റെ ആ സ്നേഹത്തെ ഓർത്തുകൊണ്ട് അവൻ്റെ കരങ്ങൾ സമർപ്പിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ അവസ്ഥകൾ മാറ്റപ്പെടുക തന്നെ ചെയ്യും. हमारे जीवन में हो सकता है कि हमें नष्ट करने वाले, हमें बड़ी विपरीत हवा हमारे जीवन के प्रति चल रहा है, फिर भी हमें प्रभु में हम यदि समर्पण करने के लिए तैयार होते हैं तो वहां उस अनुभव में भी हमें वहां से छुड़ाने के लिए और बाहर ले आने के लिए परमेश्वर से संभव है। ദാവീദിനെ പോലെ നമുക്കും പറയാമോ, യഹോവേ നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടിവിക്കുന്നവനും ആകുന്നു, യഹോവേ താമസിക്കരുത്. और क्या हम दाऊद के जैसे हम भी कह पाएंगे? भजन संहिता 70 के आखिरी आयत में इस प्रकार से लिखता है कि हे परमेश्वर मेरे लिए फुर्ती कर, तू मेरा सहायक और छुड़ाने वाला है, यहोवा विलंब ना कर। ഈ വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. इन वचनों के द्वारा प्रभु हम सभी को अनुग्रह और आशीष देने पाए। താങ്ക് യു ദേവദാസനെ. थैंक यू पास्टर। പ്രൈസ് ലോർഡ്. താങ്ക് യു സാർ. നല്ല വചനം ഇന്ന് ഞങ്ങളുടെ മധ്യത്തിൽ കേൾപ്പിക്കാൻ ദൈവം സാറിനെ ഉപയോഗിച്ചതിനായി സ്തോത്രം. താങ്ക് യു സാർ. ട്രാൻസ്ലേറ്റ് ചെയ്ത് സാറിനായും പാസ്റ്ററിനായും നന്ദിയോട് സ്തുതിക്കുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ സമയങ്ങളിൽ നമ്മുടെ